നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2026 ജൂലൈ 19 ഞായറാഴ്ച. ഇന്നത്തെ പഞ്ചാംഗം, രാഹുകാലം, വഴിപാട്, 12 രാശികളുടെ ഫലം എന്നിവ വിശദമായി അറിയാം. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ രാശിയും നക്ഷത്രവും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്നത്തെ പഞ്ചാംഗ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇന്ന് കർക്കിടകം 3 ഞായറാഴ്ചയാണ്. തിഥി ശുക്ല ഷഷ്ടി. രാത്രി ഏകദേശം 3:30 വരെ. തുടർന്ന് സപ്തമി ആരംഭിക്കുന്നു. നക്ഷത്രം ഉത്രം നക്ഷത്രം വൈകുന്നേരം ഏകദേശം 6:11 വരെ. തുടർന്ന് അത്തം നക്ഷത്രം ആരംഭിക്കുന്നു. യോഗം പരിഘയോഗം വൈകുന്നേരം 7:22 വരെ. തുടർന്ന് ശിവയോഗം ആരംഭിക്കുന്നു. കരണം കൗലവകരണം ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3:30 വരെ. തുടർന്ന് തൈതിലകരണം. സൂര്യോദയം രാവിലെ ഏകദേശം 6:08. സൂര്യാസ്തമയം വൈകുന്നേരം ഏകദേശം 6:50. രാഹുകാലം വൈകുന്നേരം 5:02 മുതൽ 6:38 വരെ. യമകണ്ഠകാലം ഉച്ചയ്ക്ക് 12:15 മുതൽ 1:51 വരെ. ഗുളികകാലം വൈകുന്നേരം 3:27 മുതൽ 5:02 വരെ. അഭിജിത്ത് മുഹൂർത്തം രാവിലെ 11:51 മുതൽ 12:39 വരെ. ഇന്നത്തെ വഴിപാട്. ഞായറാഴ്ചയായതിനാൽ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയും ആദിത്യ ഹൃദയം പാരായണം ചെയ്യുകയോ ഓം ഗൃണി സൂര്യായ നമ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കുകയോ ചെയ്യുന്നത് ശുഭകരമാണ്. ഇനി ഇന്നത്തെ 12 രാശികളുടെ വിശദമായ ഫലത്തിലേക്ക് കടക്കാം. മേടം രാശി. മേടം രാശിക്കാർക്ക് ഈ ദിവസം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. ജോലിയിലും ബിസിനസ്സിലും പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങളിൽ സന്തോഷമുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയോടെ തീരുമാനങ്ങൾ എടുക്കുക. ദേഷ്യം നിയന്ത്രിക്കുന്നത് നല്ലതാണ്. വഴിപാട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുകയും വെറ്റിലമാല സമർപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. അടുത്തത് ഇടവക്കൂറ്. ഇടവം രാശിക്കാർക്ക് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും. ജോലിയിൽ സഹപ്രവർത്തകരുടെ സഹായം ലഭിക്കും. പണം സംബന്ധിച്ച കാര്യങ്ങളിൽ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. വഴിപാട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലധാര നടത്തുക. അടുത്തത് മിഥുനക്കൂറ്. മിഥുനം രാശിക്കാർക്ക് സംസാരത്തിലൂടെയും ബുദ്ധിശക്തിയിലൂടെയും നേട്ടങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. പഠനം, ജോലി, പുതിയ പദ്ധതികൾ എന്നിവയിൽ മുന്നേറ്റം ഉണ്ടാകും. നല്ല അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. വഴിപാട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് മോദകം നിവേദിക്കുക. കർക്കിടകക്കൂറ്. കർക്കിടകം രാശിക്കാർക്ക് മനസ്സിന് സമാധാനം ലഭിക്കുന്ന ദിവസമാണ്. കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ നല്ല സമയമാണ്. വഴിപാട് ക്ഷേത്രത്തിൽ വിളക്ക് തെളിയിച്ച് പുഷ്പാർച്ചന നടത്തുക. അടുത്തത് ചിങ്ങക്കൂറ്. ചിങ്ങം രാശിക്കാർക്ക് ആത്മവിശ്വാസവും നേതൃത്വശേഷിയും വർദ്ധിക്കും. ജോലി മേഖലയിൽ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ ഇന്നത്തെ വഴിപാട് സൂര്യഭഗവാനെ ജലം അർപ്പിക്കുക. കന്നിക്കൂറ്. കന്നിരാശിക്കാർക്ക് ആസൂത്രണത്തോടെ പ്രവർത്തിച്ചാൽ ഇന്ന് നല്ല ഫലങ്ങൾ ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. കുടുംബത്തിലെ മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുക. ഇന്നത്തെ വഴിപാട് വിഷ്ണു ഭഗവാന് തുളസിമാല സമർപ്പിക്കുക. തുലാക്കൂറ്. തുലാം രാശിക്കാർക്ക് ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ചെലവുകൾ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. വഴിപാട് ലക്ഷ്മി ദേവിക്ക്
നെയ്വിളക്ക് തെളിയിക്കുക. അടുത്തത് വൃശ്ചികക്കൂറ്. വൃശ്ചികം രാശിക്കാർക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാവുന്ന ദിവസമാണ്. കാര്യങ്ങൾ വിജയം ലഭിക്കുന്ന ദിവസമാണ്. യാത്രകൾക്കും പുതിയ ശ്രമങ്ങൾക്കും അനുകൂലമായ ദിവസമാണ്. വഴിപാട് സുബ്രഹ്മണ്യ സ്വാമിക്ക് പാൽ അഭിഷേകം നടത്തുക. അടുത്തത് ധനുക്കൂറ്. ധനുരാശിക്കാർക്ക് ഭാഗ്യപിന്തുണ ലഭിക്കുന്ന ദിവസമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ ഉണ്ടാകുന്ന ദിവസമാണ്. ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധ വർദ്ധിക്കും. ഗുരുവായൂരപ്പന് പ്രാർത്ഥിച്ച് മഞ്ഞപ്പൂ സമർപ്പിക്കുക. അടുത്തത് മകരം രാശി. മകരം രാശിക്കാർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുന്ന സമയമാണ്. ക്ഷമയോടെ പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ലഭിക്കും. പഴയ പരിശ്രമങ്ങൾ ഫലം ലഭിക്കും. വഴിപാട് ശനി ഭഗവാന് എള്ളണ വിളക്ക് തെളിയിക്കുക. അടുത്തത് കുംഭക്കൂറ്. കുംഭം രാശിക്കാർക്ക് പുതിയ ആശയങ്ങൾ വിജയത്തിലേക്ക് നയിക്കും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധ വേണം. വഴിപാട് ശിവക്ഷേത്ര ദർശനം നടത്തുക. അടുത്തത് മീനക്കൂറ്. മീനം രാശിക്കാർക്ക് ഇന്ന് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നടക്കുന്ന ദിവസമായിരിക്കും. കുടുംബത്തിൽ സമാധാനം ഐക്യവും ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകുന്ന ദിവസമായിരിക്കും. ഇന്നത്തെ വഴിപാട് ശ്രീകൃഷ്ണന് പാൽപ്പായസം നിവേദിക്കുക. ഇവ പൊതുവായ രാശിഫലങ്ങളാണ്. നല്ല ചിന്തകളോടെയും വിശ്വാസത്തോടെയും മുന്നോട്ട് പോകുക. നിങ്ങളുടെ രാശി കമൻറ്റിൽ രേഖപ്പെടുത്തൂ. ജ്യോതിർവാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.